ഹായ് കൂട്ടുകാരെ, നമുക്ക് വളരെ രുചിയുള്ള ഒരു മാങ്ങ കേക്ക് ഇന്ന് തയ്യാറാക്കി നോക്കിയാലോ. എല്ലാവരും ഇഷ്ടപ്പെടുന്ന എമ്മയായിട്ടുള്ള മാങ്ങ കേക്ക് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം അതിനെ കേക്ക് ടിൻ ഒന്ന് തയ്യാറാക്കി വെക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൈദ 1.5 കപ്പ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഉപ്പൂടെ ചേർത്ത് ഈ മൈദ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെക്കാം. ഇനി വേണ്ടി നമ്മുടെ മാംഗോ ഞാൻ സ്ക്വയർ ആയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 4 മാംഗോ എടുത്തിട്ട് ഏകദേശം 2 കപ്പോളം ഉണ്ട്. അത് നമുക്ക് പഞ്ചസാര കാലമ ചെയ്ത് അതിലേക്ക് ഇടുന്ന റോസ്റ്റാക്കി എടുക്കണം. ചെറു തീ വെച്ചിട്ട് പഞ്ചസാര നല്ലൊരു കാരമലായി കഴിഞ്ഞാൽ 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായിട്ട് മെൽറ്റാക്കി എടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന 2 കപ്പോളം ഉണ്ട് മാംഗോ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇച്ചിരി ഉറപ്പുള്ള മാംഗോ ആണ് ഇതിന് നല്ലത്, കാരണം അല്ലാത്ത ഉടഞ്ഞു പോകാതെ ഇച്ചിരി ഒന്ന് കട്ടിയുള്ള മാംഗോ ആണ് നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ നല്ലത്. നമുക്ക് പഞ്ചസാര പാനിക്കകത്തിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഞാൻ തീ സിമ്മിലിട്ടേക്കാണ്, ഓഫാക്കിയിട്ടില്ല. ചെറുതായിട്ട് തന്നെ നമുക്ക് ഇളക്കി യോജിപ്പിച്ചാൽ മതി, വല്ലാതെ ഹാർഡ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചാൽ ഇത് ഉടഞ്ഞു പോകും. ഒരു പിഞ്ച് ഉപ്പോടെ ഇട്ട് നമുക്ക് ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. കുത്തി ഇളക്കി അത് ഉടച്ച് കളയരുത്. മാംഗോ നമുക്ക് കഷ്ണങ്ങളായിട്ട് തന്നെയാണ് കേക്കിനകത്ത് കിടക്കേണ്ടത്. ഇനി നമുക്കൊന്ന് ചെറുതായി തന്നെ വെച്ചിരുന്ന ഈ മാംഗോയ്ക്കകത്ത് വെള്ളം ഒന്ന് ഇറങ്ങും, എന്നിട്ട് അത് വറ്റുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. മാംഗോ നല്ലപോലെ വെള്ളമൊക്കെ പറ്റി ഇരിപ്പുണ്ട്, പക്ഷെ ഒട്ടും അടയാതെ തന്നെ ഇത് കിട്ടണം. ഇങ്ങനെ അത് മാംഗോ ഒന്ന് സോഫ്റ്റ് ആയിട്ടും ഉണ്ട്, പക്ഷെ ഉടഞ്ഞിട്ടുമില്ല. 1/2 കപ്പ് പഞ്ചസാര എടുത്ത് ഒരു 5-6 ഗ്രാം പോട്ട് പൊടിച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ നോക്കാം. നമ്മുടെ മാംഗോ തണുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ബാറ്റർ തയ്യാറാക്കാം. 2 മുട്ട ഫ്രഷ് ആയിട്ടുള്ളത് റൂം ടെമ്പറേച്ചറിലുള്ളത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് പൊടിച്ച് വെച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് അതിൻ്റെ ആ മഞ്ഞ കളർ മാറുന്നവരെ നമുക്ക് ബീറ്റ് ചെയ്യാം. ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്ത് മുട്ടയുടെ മഞ്ഞ കളർ മാറുന്ന വരെ തന്നെ നമ്മൾ ബീറ്റ് ചെയ്യണം. എന്നാലും മുട്ടയുടെ ആ ബാഡ് സ്മെല്ലൊക്കെ മാറത്തുള്ളൂ. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നെയ്യാണ്. നല്ല വീട്ടിലുണ്ടാക്കിയ പശു നെയ്യ് തന്നെയാണ് ചേർക്കുന്നത്. 1/2 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പ്യൂറായിട്ടുള്ള നെയ്യ് ചേർക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ ഫ്രൂട്ട്സ് കേക്കിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഒരു ലോ സ്പീഡിലോട്ടൊന്ന് നല്ലപോലെ ബീറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊടി ചേർത്ത് കൊടുക്കാം. 2-3 ട്രിപ്പായിട്ട് ആ പൊടി കൂടി ഇട്ട് നമുക്കൊന്ന് ചെറിയ ലോ സ്പീഡിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എപ്പോഴും മുട്ട ചേർത്ത് കേക്ക് തയ്യാറാക്കുമ്പോൾ ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്ത് അതിൻ്റെ മഞ്ഞ കളർ മാറുന്നവരെ പതപ്പിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ബാഡ് സ്മെല്ല് ധരിക്കുക. നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം, പക്ഷേ മുട്ടയുടെ ഒരു ബാഡ് സ്മെല്ല് എപ്പോഴും കേക്കിനകത്ത് മുന്നിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാറുണ്ട്. നമ്മുടെ ബാറ്ററിലേക്ക് ഇനി നമ്മുടെ തണുത്ത് കാരമൽ ചെയ്തിരിക്കുന്ന മാംഗോ ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 കപ്പോളം ഉണ്ട് മാംഗോ, ഇത് മുഴുവൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചെടുത്ത് മാറ്റി വെച്ചേക്കും നമുക്ക് കേക്കിന് മുകളിൽ നിന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കി മുഴുവനും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല മിക്സ് ചെയ്തെടുക്കാം. അത്യാവശ്യം നന്നായിട്ട് തന്നെ മാംഗോ ഉണ്ട്, അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. ടേസ്റ്റുള്ള മാംഗോ ആണെങ്കിൽ അതനുസരിച്ച് കേക്കിന് ഒരു അടിപൊളി ടേസ്റ്റും അടിപൊളി സ്മെല്ലൊക്കെയാണ്. നല്ല പതുക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊരു കേക്ക് ടിന്നിലേക്ക് മാറ്റി വെക്കാം. ഇനി അവസാനമായിട്ട് നമ്മുടെ ബാക്കി വെച്ചിരിക്കുന്ന മാംഗോ കഷ്ണങ്ങളുടെ മുകളിലേക്ക് ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണേൽ അണ്ടിപ്പരിപ്പ് വേണേൽ അതിട്ട് കൊടുക്കാം, പക്ഷേ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു രസമാണ് ഈ മുകളിലുള്ള മാംഗോ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. 1 മണിക്കൂറോളം 180 ഡിഗ്രി സെൽഷ്യസിൽ ഞാൻ ബേക്ക് ചെയ്തെടുത്തു. നമുക്കിത് വേണേൽ ഓവനില്ലാത്തവർക്ക് അടുപ്പ് വെച്ച് ചെയ്യാം, പക്ഷേ നമ്മൾ ബീറ്റർ കൊണ്ട് പതപ്പിച്ചെടുക്കുകയാണ് എപ്പോഴും അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുക. ഒരു രാത്രി വെച്ചതിന് ശേഷം പിറ്റേ ദിവസമാണ് നമ്മളിത് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പിറ്റേ ദിവസം രാവിലെ നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ കേക്ക് തയ്യാറായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത്ര സിമ്പിളായിട്ടുള്ള മാംഗോ കേക്ക് തയ്യാറാക്കി നോക്കാം. ഞാൻ മിക്സിയുടെ ജാറിലും മുട്ടയിട്ട് ബീറ്റ് ചെയ്ത് ഇത് തയ്യാറാക്കി നോക്കി, പക്ഷേ അതിൻ്റെ മുട്ടയുടെ ബാഡ് സ്മെല്ല് എപ്പോഴും മുന്നേ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ബീറ്ററുള്ളതാണ് എപ്പോഴും നല്ലത് ഇങ്ങനെ ഉള്ള ഫ്രൂട്ട്സ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.